ഗുഡ് മോർണിംഗ്. നമ്മൾ മക്യൂലിസ് മെത്തേഡിൽ എങ്ങനെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. മക്യൂലിസ് മെത്തേഡിൽ നമ്മൾ ഇനിയും പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, ആ രീതിയിൽ വരുന്ന പ്രോബ്ലംസ് പിന്നീട് ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡും മക്യൂലിസ് മെത്തേഡും പിന്നെ മൊമെന്റ് ഏരിയ മെത്തേഡും ആണുള്ളത്. ഓക്കെ, അതിൽ മക്യൂലിസ് മെത്തേഡും ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡും ഏകദേശം സെയിം തന്നെയാണ്, ചെറിയ മെത്തേഡ് വ്യത്യാസങ്ങളുള്ളൂ. മൊമെന്റ് ഏരിയ മെത്തേഡ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ള കേസുകൾ ഒന്ന് സിംപ്ലി സപ്പോർട്ടർ ബീം, കാൻഡിലിവർ ബീം, ദെൻ ഫിക്സഡ് ബീമിന്റെ കേസ്. ഓക്കെ, ഫിക്സഡ് ബീമിൽ സെൻട്രൽ പോയിന്റിലൂടെ വരുന്ന കേസിലും യു ഡി എൽ വരുന്ന കേസിലും അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്, ഡിഫ്ലക്ഷന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഫിക്സഡ് ബീമിന്റെ അനാലിസിസ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻഡ് മൊമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോ ആ എൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. എൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ നമുക്ക് സെൻട്രൽ പോയിന്റിലോട് വരികയാണെങ്കിൽ WL/8 ആണ്. UDL ആണ് വരുന്നതെങ്കിൽ WL²/12 ആണ് അല്ലെ. ഒരു ഫിക്സഡ് ബീം ആകുമ്പോൾ ഒരു ഫിക്സഡ് ബീമിന്റെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് അല്ലെ, കാരണം ഇതൊരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീമാണ്. നമ്മൾ മൊമെന്റ് ഏരിയ മെത്തേഡ് ഒക്കെ ഉപയോഗിച്ച് അവിടെ ചെയ്തിരുന്നു അല്ലെ. ഇതിലെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എപ്പോ സെന്ററിൽ പോയിന്റിലോട് വരുമ്പോൾ WL/8 ആണ് ഫിക്സഡ് എൻഡ് മൊമെന്റ്. ഫിക്സഡ് ബീമിൽ തന്നെ ത്രൂ ഔട്ട് UDL വരുമ്പോൾ അത് ഫിക്സഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് WL²/12. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫിക്സഡ് ബീമിന്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന കേസിൽ ഒന്നുമില്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം ഇക്വേഷനിൽ നിന്ന്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. പിന്നെ ഇന്നലെ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, ലാസ്റ്റ് സ്ലൈഡിൽ ഉൾപ്പെടുത്താതെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞൊക്കെ അല്ലെ. ഒരു 10 മീറ്റർ സ്പാൻ ഉള്ള ഒരു ബീം അതിന്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 മീറ്റർ 20 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ് എൻഡിൽ നിന്ന് 3 മീറ്റർ 40 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്റെ വാല്യൂ ഐന്റെ വാല്യൂ തന്നു. ആ ക്വസ്റ്റ്യനിൽ ഞാൻ സ്ലൈഡിൽ എപ്പോഴും പറഞ്ഞു തോന്നുന്നു, റൈറ്റ് എൻഡ് എന്നുള്ളത് വീണ്ടും ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞു എന്നൊരു തോന്നല്. ഓക്കെ, അങ്ങനെ ആരോ പറഞ്ഞു. രണ്ടും ഒന്ന് ലെഫ്റ്റ് എൻഡുമാണ്, മറ്റേത് റൈറ്റ് എൻഡ് എന്നും അല്ലെ. 20 കിലോ ന്യൂട്ടൺ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1 മീറ്ററും 40 കിലോ ന്യൂട്ടൺ 3 മീറ്റർ ഫ്രം റൈറ്റ് എൻഡും ആണ് കേട്ടോ. ഞാൻ രണ്ടും ലെഫ്റ്റ് എൻഡാന്ന് പറഞ്ഞ ആരോ പറഞ്ഞു, ഒരു ഡയഗ്രാം വരച്ചപ്പോൾ ഞാൻ ശരിക്കാണ് വരച്ചത്. ഓക്കെ, പിന്നെ അതിൽ ഡിഫ്ലക്ഷൻ കിട്ടുന്ന വാല്യൂസ് വലിയ വാല്യൂസ് ആയിരിക്കാം, കാരണം അത് സ്പാന് ഭയങ്കര കൂടുതലാണ്. നോ പ്രോബ്ലം, എന്തായാലും വാല്യൂ കിട്ടിയാൽ മതി. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും അന്നൊന്ന് ചെയ്യുക, കാരണം ഈ മൊഡ്യൂളിൽ നിന്നൊക്കെ അത്യാവശ്യം കുറെ അസൈൻമെന്റ് ടെസ്റ്റ് ഞാൻ തന്നിട്ടുണ്ടാവും, കഴിഞ്ഞ മൊഡ്യൂളിൽ നിന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് അന്നൊന്നും ചെയ്ത് പോവാ. ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ പിന്നീട് സമയമാണെന്ന് പറയരുത്. ഓക്കെ, എനിവേ നമുക്ക് ഡിഫ്ലക്ഷൻ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ഫിക്സഡ് ബീമാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. നമ്മളത് മക്യൂലിസ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്പർ ഓഫ് പോയിന്റ് ലോഡ്സ് തന്നിട്ടുണ്ടാവും, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്നായിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി അത് മക്യൂലിസ് മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. മക്യൂലിസ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കാരണം ഈ മക്യൂലിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് എൻ്റയർലി ഒരു ഡിഫറെന്റ് മെത്തേഡ് അല്ല, ഡബിൾ ഇന്റഗ്രേഷൻ തന്നെയാണ് ചെയ്യുന്നത്, കുറച്ച് നമ്മൾ റൂളുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് മക്യൂലിസ് മെത്തേഡ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, കാരണം നമുക്ക് സെവറൽ പോയിന്റ് ലോഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഈസിയർ. അപ്പൊ നമുക്ക് ഫിക്സഡ് ബീമിന്റെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് രണ്ട് കേസുകളാണുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ സെൻട്രൽ പോയിന്റിലോട് വരുന്ന കേസും ഈ ത്രൂ ഔട്ട് UDL വരുന്ന കേസും. ഓക്കെ, രണ്ടിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് പഠിക്കണം. അല്ലാത്ത വരുന്ന കേസുകളിൽ നമ്മൾ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ ആദ്യം ഫിക്സഡ് ബീം വിത്ത് കോൺസെൻട്രേറ്റ് ലോഡ് അറ്റ് മിഡ് സ്പാൻ. ഫിക്സഡ് ബീം വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് മിഡ് സ്പാൻ അല്ലെ.
ഫിക്സഡ് ബീം അറ്റ് കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലേ. ഇവിടെ ഒരു എൽ സ്പാനുള്ള ഒരു ബീം ഉണ്ട്. അതിന് സെന്ററിൽ L/2 ഡിസ്റ്റൻസിൽ W എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ RA/RB, പിന്നെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് MA ആൻഡ് MB. ഓക്കെ, നമ്മളെ എയിം എന്താണ്? ആസ് പെർ മക്യൂലിസ് മെത്തേഡ് എന്താണ്? ആദ്യം നമുക്ക് EId²y/dx² m ആണ് അല്ലെ. അപ്പൊ ആദ്യം ബെൻഡിങ് മൊമെന്റിന്റെ ജനറൽ ഇക്വേഷൻ എഴുതണം. അപ്പൊ നമ്മൾ സെക്ഷൻ എങ്ങനെ എടുക്കണം? ലെഫ്റ്റ് ഹാൻഡ് എടുക്കണം, എല്ലാ ലോഡുകളും ഉൾപ്പെടുന്ന രീതിയിൽ. ഇവിടെ ആകെ ഒരു ലോഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെക്ഷൻ എടുക്കും. ഓക്കെ, പിന്നെ റിയാക്ഷൻസ് എന്താണ്? W/2 W/2 തന്നെയാണ് അല്ലെ. ഫിക്സഡ് മൊമെന്റ്സ് നമുക്ക് അറിയാം, WL/8 ആണ്. നമുക്ക് അത് ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇത് വഴിയിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് MA MB എന്നൊരു എടുക്കാം, എന്നിട്ട് അത് പിന്നീട് ചെയ്യും. എനിവേ, സെക്ഷൻ X ഡിസ്റ്റൻസ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഒരു സെക്ഷൻ എടുത്തു. ബെൻഡിങ് മൊമെന്റ് അറ്റ് XX അല്ലെ. ബെൻഡിങ് മൊമെന്റ് അറ്റ് XX നമ്മൾ വരക്കണം. എന്താണ്, ഏതൊക്കെ ഉണ്ടാവും? ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് എടുക്കുക? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. ഒരു സെക്ഷൻ എടുത്തു, അതിന്റെ ലെഫ്റ്റോ റൈറ്റോ നമുക്ക് എടുക്കാം. നമ്മൾ നോർമലി ലെഫ്റ്റ് ആണ് എടുക്കുക. ലെഫ്റ്റിൽ കാരണം ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണ്, അപ്വേർഡ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു. ലെഫ്റ്റ് എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ട്, ഏതൊക്കെ മൊമെന്റുകൾ ഉണ്ട് ആദ്യം നോക്കണം. അപ്പൊ ഏതൊക്കെ ഉണ്ട്? ഇവിടെ ഒരു ഫിക്സഡ് മൊമെന്റ് ഉണ്ട്, പിന്നെ ഒരു റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഒരു W എന്ന് പറയുന്ന ലോഡ് ഉണ്ട്. ഇത് മൂന്ന് കാരണവും ഈ പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്തുണ്ട്? ഇവിടെ ഒരു മൊമെന്റ് ഉണ്ട്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ആ പോർഷനിലാണ്, അല്ലാതെ ഒരു പോയിന്റിലല്ല ആക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ അതിനെ ഇൻറ്റു ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന്റെ എഫക്ട് എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോ ഇവിടെ ഫിക്സഡ് മൊമെന്റ് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെ. സോ -MA. ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ്. ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ അപ്വേർഡ് ഫോഴ്സ് ആണ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -MA. ഇനി എന്താണ് അടുത്ത ലോഡ്? ഏതാ? ഈ റിയാക്ഷൻ അല്ലെ. റിയാക്ഷൻ കാരണം ഈ ഒരു സെക്ഷനിൽ എന്താ ഉണ്ടാവുക? എങ്ങനെയാണ് മൊമെന്റ് ഉണ്ടാവുക? ഇങ്ങനെയല്ലേ ഇത് പോവുക. ഓക്കെ, ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആയിരിക്കും. അത് ക്ലോക്ക് വൈസ് ആണ്. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇതിന്റെ RAന്റെ വാല്യൂ എത്രയാണ്? W/2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് X, W/2 ഇൻറ്റു X അല്ലെ. അത് പോസിറ്റീവ് ആണ്, കാരണം അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് അല്ലെ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഈ W കാരണമുള്ള ബെൻഡിങ് മൊമെന്റ് അല്ലെ. W കാരണം ഈ പോയിന്റിൽ, ഈ സെക്ഷനിൽ എങ്ങനെ ഉണ്ടാവുക നോക്കിയാൽ മതി. ഇങ്ങനെയല്ലേ ഇത് പോവുക. ഓക്കെ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലെ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ്. ഇനി വാല്യൂ എത്ര വരും? W ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ ലോഡും ഈ സെക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ ഈ ഡിസ്റ്റൻസ് X ആണ്, ലോഡ് വരെയുള്ളത് L/2 ആണ്. സോ X - L/2. ഓക്കെ, ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് എടുക്കുക. അത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. തുടക്കം തൊട്ടേ നമുക്ക് ഫെയിൽ ആയി പോകും. അത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ അറിയണം. സൈൻ മാറരുത്, ഒരു ലോഡ് മിസ് ചെയ്യരുത്. ഓക്കെ, കാരണം നോർമലി നമ്മൾ സിംപ്ലി സപ്പോർട്ടർ ആണെന്നുള്ള ഓർമ്മയിൽ ഈ ഫിക്സഡ് മൊമെന്റ് മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരിക്കലും ഡയഗ്രാം തരില്ല. ഓക്കെ, സപ്പോർട്ട് കണ്ടീഷൻ എന്താണെന്ന് തരുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ ആദ്യം എല്ലാ അതിൽ വരുന്ന ഫോഴ്സുകളെല്ലാം അതിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, റിയാക്ഷൻ മാർക്ക് ചെയ്യണം, ഫിക്സഡ് മൊമെന്റ്സ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്, ഏതൊക്കെ കൊണ്ട് ഇവിടെ മൊമെന്റ്സ് വരാം, ഏതൊക്കെ ടൈപ്പ് ലോഡ് ഉണ്ട്, എത്ര മൊമെന്റ് ഉണ്ട് നോക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം എന്ത് ബെൻഡിങ് മൊമെന്റിന്റെ റിലേഷൻ എഴുതാം. ഇനി നമ്മൾ ആസ് യൂഷ്വൽ സ്റ്റെപ്പുകൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് അൺനോൺസ് ഉണ്ട്. ഒന്ന് ഈ MA എന്ന് പറയുന്ന അൺനോൺസ് ഉണ്ടാവും, പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ C1 ഉം C2 ഒക്കെ ഉണ്ട്. ഓക്കെ, MAന്റെ വാല്യൂ നമുക്ക് കിട്ടണം. ഇനി MAന്റെ വാല്യൂ നമുക്ക് അറിയാം, WL/8 ആണ്. അത് ഡയറക്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് സോൾവ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് EId²y/dx² M അല്ലെ. M. സോ നമ്മൾ ആ എമ്മിന്റെ വാല്യൂ, MXന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -MA പ്ലസ് W/2 ഇൻഡെക്സ്. -MA എന്ന് പറയുന്നത് ഫിക്സഡ് മൊമെന്റ്, W/2 ഇൻറ്റു X എന്ന് പറയുന്നത് റിയാക്ഷൻ കാരണമുള്ള മൊമെന്റ്, RA കാരണമുള്ള മൊമെന്റ്, W ഇൻറ്റു X - L/2 എന്ന് പറയുന്നത് സെന്ററിൽ വരുന്ന പോയിന്റ് ലോഡ് കാരണമുള്ള മൊമെന്റ്. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ EId²y/dx² ഇന്റഗ്രൽ -MA പ്ലസ് W/2 ഇൻറ്റു X മൈനസ് W ഇൻറ്റു X - L/2 dx പ്ലസ് C1. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. -MA എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെ. WL/8 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ, Xനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, അതൊരു ഫിക്സഡ് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പോ അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇൻറ്റു X -MA ഇൻറ്റു X പ്ലസ്
wx by 2 ന്റെ ഇന്റഗ്രൽ wx square by 4 wx minus l by 2 ന്റെ ഇന്റഗ്രൽ minus wx minus l by 2 the whole square divided by 2 plus c1. ഓക്കെ, ഇനി നമുക്ക് രണ്ട് അൺനോൺസ് ഉണ്ട്. എം എയും കണ്ടുപിടിക്കണം, C1 കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് രണ്ട് റിലേഷൻ ഉണ്ടാക്കണം അല്ലെ. സീറോ എന്ന, അതായത് സ്ലോപ്പിന്റെ വാല്യൂ 0 ആവണ രണ്ട് പോയിന്റുകൾ. ഇത് ഫിക്സഡ് ബീം ആയതുകൊണ്ട് ഈസിയാണ്, കാരണം ഫിക്സഡ് എൻഡിൽ സ്ലോപ്പ് 0 ആയിരിക്കും അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ഫിക്സഡ് ബീം എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. ഒരു ഫിക്സഡ് ബീം എങ്ങനെ ബെൻഡ് ചെയ്യുക, കുറച്ച് മാറിയിട്ട് അല്ലെ. കാരണം എന്താണ്, സപ്പോർട്ട് ഫിക്സഡ് ആണ്, അവിടെ റൊട്ടേഷൻ അലൗഡ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ സ്ലോപ്പ് 0 ആയിരിക്കും, രണ്ട് എൻഡിലും സ്ലോപ്പ് 0 ആയിരിക്കും. അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. x ഈക്വൽ ടു 0ലും x ഈക്വൽ ടു Lലും നമ്മുടെ സ്ലോപ്പിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എം എയുടെ വാല്യൂ C1 ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അറ്റ് ദ ലെഫ്റ്റ് എൻഡ് x ഈക്വൽ ടു 0, സ്ലോപ്പ് is 0, that is dy by dx ഈക്വൽ ടു 0. സോ ei into 0 minus ma into x ആണ്, അതും 0 ആയി. w into 0, ഇനി ഇവിടെ 0 minus l by 2 അല്ലെ, അവിടെ എന്താണ്, നെഗറ്റീവ് ടേം ആണ്. അപ്പൊ മക്യൂലിസ് മെത്തേഡ് പ്രകാരം നമ്മൾ ഇത് നെഗ്ലക്ട് ചെയ്യുന്നു. പ്ലസ് C1, സോ C1 ഈക്വൽ ടു 0, എല്ലാ ടേമും 0 ആയി, C1 ന്റെ വാല്യൂ 0 ആണ് അല്ലെ. ദെൻ അടുത്തെന്താ, റൈറ്റ് എൻഡിൽ നമുക്ക് എം ന്റെ വാല്യൂ കിട്ടണം അല്ലെ. റൈറ്റ് എൻഡിൽ x ന്റെ വാല്യൂ എത്രയാണ്, L. x ഈക്വൽ ടു L, അവിടെ എന്താണ്, സ്ലോപ്പ് 0 ആണ് അല്ലെ. dy by dx 0 ആണ്. സോ ei into 0 equal to minus ma into L, ma into x അല്ലെ, wx square by 4 ആണ്. സോ wl square by 4 minus w into L minus L by 2 the whole square by 2. L minus L by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L by 2 വരും അല്ലെ. minus wl square by എത്ര വരും, ഇവിടെ ഈ ma into L ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി, ഇവിടെ wl square by 4 വരും. ഇത് wl square by 2 square 4 വരും, 4 into 2 8 minus wl square by 8. സോ എത്ര വരും, wl square by 4 minus wl square by 8 എന്ന് പറഞ്ഞാൽ wl square by 8 അല്ലേ. wl square by 8 ഉണ്ട്, L താഴോട്ട് വരുമ്പോൾ wl by 8 കിട്ടും അല്ലെ. ഇത് തന്നെയാണല്ലോ നമുക്ക് നേരത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഫിക്സഡ് ബീം എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് അനലൈസ് ചെയ്തപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണ് ആദ്യം കണ്ടത് അല്ലെ. അതിൽ wl by 8 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മുടെ എയിം എം എ എന്നുള്ള വാല്യൂ കിട്ടി. ഇനി ഡയറക്റ്റ് തന്നെ ആദ്യം എം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ എം എന്റെ വാല്യൂ കിട്ടി, wl by 8. നമ്മൾ എയിം എന്താണ്, ഡിഫ്ലക്ഷന്റെ ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കണം, എന്നിട്ട് മാക്സിമം ഡിഫ്ലക്ഷൻ, സെന്ററിലുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ജനറൽ ഇക്വേഷൻ കിട്ടി, നമ്മൾ എം എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, C1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ei dy by dx ഈക്വൽ ടു മൈനസ് ma into x ആയിരുന്നു അല്ലെ. സോ ma ക്ക് പകരം ma ക്ക് പകരം മൈനസ് wl by 8 കൊടുത്തു, ഇൻറ്റു എക്സ് അല്ലെ, മൈനസ് wl by 8 ഇൻറ്റു എക്സ്, പിന്നെ wx square by 4 മൈനസ് wx മൈനസ് l by 2 the whole square by 2. C1 ന്റെ വാല്യൂ 0 ആണ് അല്ലെ. ma ന്റെ വാല്യൂ C1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യാണ്, ഇന്റഗ്രൽ ei dy by dx ഈക്വൽ ടു ഇന്റഗ്രൽ minus wl by 8x minus plus wx square by 4 minus wx minus l by 2 the whole square by 2 into dx plus c2 constant of integration. Okay, integrate ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, wl by 8 constant, x ന്റെ ഇന്റഗ്രൽ x square by 2, so wlx square by 16, 8 into 2 16. Okay, x square ന്റെ ഇന്റഗ്രൽ x cube by 3, അപ്പോൾ താഴെ 12 വരും അല്ലേ, wx cube by 12. ഓക്കെ, പിന്നെ x minus l by 2 the whole square ന്റെ ഇന്റഗ്രൽ x minus l by 2 the whole cube by 3, അപ്പോൾ താഴെ 3 into 2 6 വരും അല്ലേ. w into x minus l by 2 the whole cube by 6 plus c2. ഇനി നമുക്ക് എന്ത് ചെയ്യണം, c2 ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. c2 ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ കണ്ടീഷൻ ഉപയോഗിക്കാം, ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ്. ഡിഫ്ലക്ഷൻ എവിടേക്കാണ് 0 ആവുക, സപ്പോർട്ടിൽ 0 ആവും, ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും. രണ്ടും ഏതിൽ ഒന്ന് കൊടുത്താൽ മതി, കാരണം c2 മാത്രമല്ലേ നമുക്ക് അൺനോൺ ഉള്ളൂ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഈസിയർ. എക്സിന്റെ വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ei ഡിഫ്ലക്ഷൻ 0 ആണ് അല്ലേ. ഇവിടെ ഈ ഐയും കൂടെ ഉണ്ടാവേ, സോറി,
EI into 0 equal to minus W into WL into 0 square by 16 x 0 കൊടുത്തു അല്ലേ? ഈ ടേം നെഗറ്റീവ് ആയി, അപ്പൊ മൊത്തം നെഗ്ലക്ട് ആയി, C2 ന്റെ വാല്യൂ 0 അല്ലേ? അപ്പൊ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ എന്ത് വരും? EIY equal to minus WLX square by 16 plus WX cube by 12 minus W into x minus L by 2 the whole cube by 6 അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ എയിം കിട്ടി, ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ്, സോറി ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ, ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ. ഇവിടെ നമുക്ക് ഫിക്സഡ് ബീം ആയതുകൊണ്ട് സ്ലോപ്പിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടിലും സ്ലോപ്പ് 0 ആണ് അല്ലെ. പിന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും പോയിന്റിലത് അങ്ങനെ നമ്മൾ ജനറൽ ആയിട്ട് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യില്ലല്ലോ. ഏതെങ്കിലും പോയിന്റിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ x equal to L/4 നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ അതൊന്നും സ്റ്റാൻഡേർഡ് റിസൾട്ടുകളല്ല. സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മാക്സിമം സ്ലോപ്പ്, അല്ലെങ്കിൽ ഒരു എൻഡിലുള്ളത് അല്ലെ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റിലുള്ളത്. ഇവിടെ രണ്ട് എൻഡിലും 0 ആണ്. അപ്പൊ നമുക്ക് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ആണ് ബൈ ഹാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിഫ്ലക്ഷൻ എവിടുത്തെ കിട്ടേണ്ടത്? മാക്സിമം സെൻട്രലിലായിരിക്കും അല്ലെ. അപ്പൊ x equal to L/2 ഈ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y max, മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടും. EI max equal to ഇവിടെ x ന് L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. WL/16 into L/2 സ്ക്വയർ, L/2 ന്റെ ക്യൂബ്, ഇവിടെ L/2 മൈനസ് L/2 ഹോൾ ക്യൂബ്. അപ്പൊ ഈ ടേം 0 ആയി പോകും അല്ലെ. ദെൻ ഇവിടെ L square by 4, so WL cube by 64, 4 into 16 64 അല്ലെ. Then WL cube by 2 cube 8, 8 into 12 96 അല്ലെ. WL cube by 96. So WL cube by 1 by 96 minus 1 by 64 അല്ലെ. മൈനസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു മാത്രം. ഓക്കെ, so value is minus WL cube divided by 192 EI. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, ബൈ ഹാർട്ട് ചെയ്യണം. മൈനസ് WL cube by 192 EI. ഓക്കെ, ഫിക്സഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് മൈനസ് WL cube by 192 EI. ഇത് പഠിക്കാൻ ചെറിയൊരു മാർഗം ഉണ്ട്, അത്ര നമുക്ക് മറ്റേ അറിയെങ്കിൽ. സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ എത്രയാണ്? സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് സെന്റർ ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് തന്നെ WL cube by 48 EI അല്ലെ. 48 EI. അതിന്റെ 1/4 ടൈംസ് ആണ് ഫിക്സഡ് ബീം സെന്റർ പോയിന്റിലൂടെ വരും. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. പഠിക്കാൻ ഒരു ഇതിനു വേണ്ടി മാത്രം പറഞ്ഞു ഉള്ളൂ. ഓക്കെ, അതായത് സിംപ്ലി സപ്പോർട്ടർ ബീം സെന്ററിൽ പോയിന്റിലൂടെ വരുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഡിഫ്ലക്ഷൻ, സെന്ററിലെ ഡിഫ്ലക്ഷൻ WL cube by 48 EI ആണ് അല്ലെ. നമുക്കറിയാം അതിന്റെ 1/4 ടൈംസ് ആണ് സെയിം പോയിന്റ് ലോഡ് സെന്ററിൽ വരുമ്പോൾ ഫിക്സഡ് ബീമിന്റെ കേസിൽ. അപ്പൊ 1/4 എന്ന് പറയുമ്പോൾ 48 into 4 അല്ലെ. 48 into 4 ആണ് ഈ 192. ഓക്കെ, 48 into 4 ആണ് ഈ 192. ഓക്കെ, WL ക്യൂബ് മനസ്സിലാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് ബീം സെന്ററിൽ പോയിന്റ് WL cube by 48 EI അല്ലെ. 48 EI ആണ് മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലെ. അതിന്റെ 1/4 ആണ് ഫിക്സഡ് ബീമിന്റെ കേസിൽ എന്നാണ് പറഞ്ഞത്. 1/4 into WL cube by 48 EI. സെയിം ലോഡിംഗ് കണ്ടീഷൻ, സെയിം സ്പാൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഫിക്സഡ് ബീം ആണെങ്കിൽ സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ 1/4 ടൈംസ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഡിഫ്ലക്ഷൻ കുറവാണ് അല്ലെ. ഡിഫ്ലക്ഷൻ കുറയും കാരണം ഫിക്സഡ് ബീം ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ 1/4 എന്ന് പറയുമ്പോൾ 4 into 48, ദാറ്റ് ഈസ് 4 into 48 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും 192 ആണ് അല്ലെ. സോ 192 EI, WL cube by 192 EI. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഫിക്സഡ് ബീം സെന്ററിൽ പോയിന്റിലൂടെ വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. ഇനി നമുക്ക് ഏതാണ് മക്യൂലിസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ഇനി അടുത്ത കേസ് ഉള്ളത് ഫിക്സഡ് ബീം വിത്ത് UDL ത്രൂ ഔട്ട് ആണ് അല്ലെ. UDL ത്രൂ ഔട്ട് ആണ്. അതിന് നമുക്ക് UDL ത്രൂ ഔട്ട് വരുമ്പോൾ നമുക്ക് മക്യൂലിസ് മെത്തേഡ് വേണ്ട, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെ മതി. കാരണം UDL ത്രൂ ഔട്ട് വരുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും വരുന്നില്ല. അപ്പോൾ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, UDL ത്രൂ ഔട്ട് ആവുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാക്സിമം ഡിഫ്ലക്ഷൻ, സെൻട്രലിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷന്റെ വാല്യൂ, മാക്സിമം വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെയിം സ്റ്റെപ്പാണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇതുപോലെ തന്നെ ചെയ്താൽ മതി.
നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ റിയാക്ഷൻ ആദ്യം കണ്ടുപിടിക്കണം. W per meter, സ്മോൾ W per meter ലെങ്ത് ആണ് എന്റെ ഇന്റൻസിറ്റി ഓഫ് UDL. അതായത് ഒരു മീറ്ററിൽ W യൂണിറ്റ്, W കിലോന്യൂട്ടണോ ന്യൂട്ടണോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അതിന്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? WL/2 അല്ലേ, സിമെട്രിക് ആയതുകൊണ്ട് WL/2. ടോട്ടൽ ലോഡ് ആണ് W into L. ഓക്കെ, അപ്പൊ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. UDL ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എവിടെ എടുത്താലും ഒരേപോലെ തന്നെയാണ് അല്ലെ, ഒരേ എഫക്റ്റ് ആണ്. ഓക്കെ, ഇടയ്ക്ക് വല്ല ലോഡുകളും പോയിന്റിലൂടെ വന്നിരുന്നെങ്കിൽ അതും കൂടെ കവർ ചെയ്തിട്ട് എടുക്കണമായിരുന്നു. അപ്പൊ മക്യുലിസ് മെത്തേഡ് യൂസ് ചെയ്യണേ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സെക്ഷൻ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട, ഒരു സെക്ഷൻ എടുത്തു, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ട് അതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ മൊമെന്റുകൾ ഉണ്ട്, രണ്ടും നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ എം എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഉണ്ട്, ഈ ആർ എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഈ ലെഫ്റ്റിൽ മാത്രമുള്ള UDLന്റെ പോർഷൻ ഉണ്ട്. ഓക്കെ, ഇത് മൂന്ന് കാരണം ഈ ഒരു സെക്ഷനിൽ മൊമെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആദ്യം ഏതെടുക്കാം? ആദ്യം എം എ എടുക്കാം. എം എന്റെ ഡയറക്ഷൻ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ്. സോ മൈനസ് എം എ. ഓക്കെ, ദെൻ അടുത്തെന്താ? റിയാക്ഷൻ കാരണമുള്ളത് അല്ലെ. റിയാക്ഷൻ കാരണമുള്ളത് ഡയറക്ഷൻ എങ്ങനെ വരിക? ഇങ്ങനെയല്ലേ ഇത് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ക്ലോക്ക് വൈസ്. അപ്പൊ റിയാക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. സോ പ്ലസ്. ഇനി അതിന്റെ വാല്യൂ എങ്ങനെ വരും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് WL/2 ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു റിയാക്ഷന്റെ വാല്യൂ WL/2 ആണ്. സോ WL/2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു ദ സെക്ഷൻ അല്ലെ, X. WL/2 ഇൻറ്റു X. ഇനി എന്താണ്? ഇനി ഓക്കെ, ഇനി ഈ UDL കാരണമുള്ള അല്ലെ, ഈ സെക്ഷന്റെ ലെഫ്റ്റ് പോർഷനിലുള്ള UDL കാരണമുള്ള ബെൻഡിങ് മൊമെന്റ്. ഈ UDL എത്ര വരും? UDLന്റെ ടോട്ടൽ ലോഡ് എത്ര വരും? ഒരു മീറ്ററിൽ W ആണ്, അപ്പൊ X മീറ്ററിൽ W into X അല്ലെ. ഈ W into X എവിടെ ആക്ട് ചെയ്യുക? ഇത്രയും പോർഷന്റെ സെന്ററിൽ അല്ലെ, എക്സിന്റെ പകുതിയിൽ, ഇത്രയും പോർഷന്റെ സെന്ററിൽ, അതായത് X/2 ഡിസ്റ്റൻസ്, ഇവിടെ X/2, ഇവിടെ X/2. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? ഇതിന്റെ എഫക്ട് എങ്ങനെ വരും? ഇതിന്റെ എഫക്ട് ഏതാ, ഡയറക്ഷൻ എങ്ങനെ വരിക? ഇത് ഇങ്ങോട്ട് താഴോട്ട് ആക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസ്. സോ മൈനസ് ടോട്ടൽ ലോഡ് എത്രയാ? ലോഡ് W into X. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ, ലോഡ് W into X, ഡിസ്റ്റൻസ് എത്ര വരും? X/2. സോ WX²/2. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് എടുക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ട് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, സോ മൈനസ് എം എ ഇൻറ്റു WL/2 ഇൻറ്റു X മൈനസ് WX²/2. ഓക്കെ ആണല്ലോ. ഇത് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഡെറിവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. ഓക്കെ, ഇതിൽ ഒരു സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് തെറ്റും. ഓക്കെ, സൈൻ മാറരുത്, എടുക്കുന്ന വാല്യൂസ് മാറരുത്. UDL ഒക്കെ ആകുമ്പോൾ WX²/2 എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് എം എയുടെ വാല്യൂ വേണമെങ്കിൽ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം എന്റെ വാല്യൂ എത്രയാണ്? WL²/12. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് ബീം വിത്ത് ത്രൂ ഔട്ട് UDL ആകുമ്പോൾ ഫിക്സഡ് മൊമെന്റ്സ് എന്ന് പറയുന്നത് WL²/12 ആണ്. നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, നമ്മൾ അത് ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, d²y/dx² ഈക്വൽ ടു m. ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. m മൈനസ് എം എ പ്ലസ് WL/2 ഇൻറ്റു X മൈനസ് WX²/2. ഓക്കെ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ d²y/d² ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ, മൈനസ് എം എ പ്ലസ് WL/2 ഇൻറ്റു X മൈനസ് WX²/2 dx പ്ലസ് C1. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് എം എ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എം എ X. WL/2 ഇൻറ്റു X ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ WL/2 കോൺസ്റ്റന്റ് ആണ്, X ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ X²/2. സോ WLX²/4. ഓക്കെ, WX²/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് WX³ 3 into 2, WX³ 6 അല്ലേ. സോ മൈനസ് എം എ എക്സ് WLX²/4 മൈനസ് WX³ 6 പ്ലസ് C1. ഓക്കെ, ഇനി നമ്മളെ എയിം എന്താണ്? എം എയും കണ്ടുപിടിക്കണം, C1 കണ്ടുപിടിക്കണം അല്ലെ. സ്ലോപ്പ് 0 ആവുന്ന രണ്ട് പോയിന്റ്സ് നമുക്കറിയാം, അതുകൊണ്ട് നമുക്ക് രണ്ടും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഏതൊക്കെ പോയിന്റ്സ്? എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും. ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും. ലെഫ്റ്റ് എൻഡിൽ എക്സിന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് C1 ന്റെ വാല്യൂ കിട്ടും.
റൈറ്റ് എൻഡിൽ എക്സ് ഈക്വൽ ടു എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എം എയുടെ വാല്യൂസും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ലെഫ്റ്റ് എൻഡിൽ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സ്ലോപ്പ് 0 ആകുമ്പോൾ എക്സ് 0 ആകുമ്പോൾ സ്ലോപ്പ് 0, ഡിവൈ ബൈ ഡിഎക്സ് 0. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ ഐ 0, എം ഐ ഇൻറ്റു 0 എല്ലാം 0 ആവും അല്ലേ? ഓക്കെ, സോ പ്ലസ് C1 0 ആയി. At the right end x equal to L, slope is 0. Slope 0 ആണ്. അവിടെ slope 0 ആണ്. dy by dx 0. Okay. ei y ന്റെ വാല്യൂ 0, dy by dx ന്റെ വാല്യൂ 0 കൊടുത്തു. മൈനസ് ma ഇൻറ്റു എൽ, എക്സിന് എൽ കൊടുത്തു. ഇവിടെ w ഇൻറ്റു എൽ ഇൻറ്റു എൽ സ്ക്വയർ ബൈ 4 അല്ലെ? w എൽ എക്സ് സ്ക്വയർ ബൈ 4 ആയിരുന്നില്ലേ? എക്സിന് എൽ കൊടുത്തു. പിന്നെ മൈനസ് w എക്സ് ക്യൂബ് ബൈ 6 ആയിരുന്നു. അവിടെ എല്ലിന് എക്സിന് എൽ കൊടുത്തു. ഓക്കെ, നമുക്ക് കിട്ടുന്നത് ma ഇൻറ്റു എൽ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ma ഇൻറ്റു എൽ ഈക്വൽ ടു ഇവിടെ WL cube by 4 minus WL cube by 6. Okay, that is WL square by ഇവിടെ WL cube by 12 വരും. ഈ L താഴോട്ട് കൊണ്ടുവരുമ്പോൾ അത് L രണ്ടും കട്ടായി പോകും. സോ MA equal to WL square by 12. MA equal to WL square by 12. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ എടുത്ത ഡയറക്ഷൻ കറക്റ്റ് ആയതുകൊണ്ടാണ് MAക്ക് പോസിറ്റീവ് വാല്യൂ വരുന്നത്. ഓക്കെ, MA നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുത്ത ഡയറക്ഷൻ തെറ്റാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എടുത്ത ഡയറക്ഷൻ എന്തായാലും ശരിയാവും. കാരണം ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യും. കാരണം ലോഡ് എല്ലാം താഴോട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് എല്ലാം ആക്ട് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു സപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ ലോഡ് കാരണം ഇതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുക. പക്ഷെ അതിനെ തടയണം. അത് ഫിക്സഡ് എൻഡ് ആണ് അല്ലെ? അപ്പൊ അതിനെ തടയണമെങ്കിൽ എന്തായാലും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കൗണ്ടർ മൊമെന്റ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ എടുത്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുത്ത ഡയറക്ഷൻ എന്തായാലും കറക്റ്റ് ആണ്. ഇനി ഇവിടെ അത് തന്നെ സംഭവിക്കുക അല്ലെ? താഴോട്ടാണ് ലോഡ്. ഈ താഴോട്ട് ഉണ്ടാകുന്ന ലോഡ് കാരണം ഈ ഒരു റൈറ്റ് എൻഡിൽ ആ ഒരു സപ്പോർട്ടിൽ എങ്ങനെയാണ് മൊമെന്റ് ഉണ്ടാവുക? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുക അല്ലെ? അപ്പോ ഒരു ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് അവിടെ മൊമെന്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല? റൊട്ടേഷൻ സംഭവിക്കാൻ പാടില്ല. അവിടെ എന്തെങ്കിലും മൊമെന്റ് വരികയാണെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി, അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യണം അല്ലെ? അവിടെ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് അവിടെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൗണ്ടർ ആയിട്ട് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു എൻഡ് മൊമെന്റ് അവിടെ വേണം അല്ലെ? അപ്പൊ നമ്മൾ എടുത്ത ഡയറക്ഷൻ കറക്റ്റ് ആണ്. നോർമൽ കേസിൽ എല്ലാം താഴോട്ട് തന്നെയാണ് ലോഡിങ് വരിക. അപ്പൊ ഈ ഡയറക്ഷൻ എടുത്താൽ അത് കറക്റ്റ്. ഓക്കെ, ഏതെങ്കിലും കേസിൽ വല്ല ലോഡുകളും ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് നേരെ തിരിയും. ഈ രണ്ട് ഡയറക്ഷൻ നേരെ തിരിയും. ഓക്കെ, അങ്ങനത്തെ കേസിന് വരാറില്ല നോർമലി. എനിവേ MA ന്റെ വാല്യൂ WL സ്ക്വയർ ബൈ 12 നമ്മൾ നേരത്തെ ചെയ്തതാണ്. അവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഇനി എന്താണ് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പ് നമുക്ക് കിട്ടി. EI dy by dx MA ന്റെ വാല്യൂ WL സ്ക്വയർ ബൈ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ബാക്കി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ പാർട്ടാണ്. C1 ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് അതും നമ്മൾ ഒഴിവാക്കി അല്ലെ? C1 0. ഇനി എന്താണ് നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ കിട്ടണം. അതിനെന്ത് ചെയ്യുക? ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ EI dy by dx equal to integral minus WL square by 12 into x plus WLX square by 4 minus WX cube by 6 dx plus C2. Okay. എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ? WL square by 12 into x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2. x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2. So WL square x square by 24 അല്ലെ? ഇവിടെ 24 വരും. ഇനി ഇവിടെ WLX square by 4 നെ x square ന്റെ x cube by 3. So WLX cube by 12 വരും. ഇവിടെ WX cube by 6 ആണ്. So x raised to 4 by 6 into 4 24 വരും അല്ലെ? So WLX square minus WL square x square by 24 plus WLX cube by 12 minus WX raised to 4 by 24. Okay, plus C2. നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? C2 ന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? ഡിഫ്ലക്ഷൻ 0 ആയ ഒരു പോയിന്റ് നമുക്ക് അറിയണം. നമുക്കറിയാം സപ്പോർട്ടിലെ ഡിഫ്ലക്ഷൻ 0 ആണ്. നമുക്ക് ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും ഡിഫ്ലക്ഷൻ 0 ആണ്. നമുക്ക് ബെറ്റർ കൺവീനിയന്റ് ആയിട്ടുള്ളത് നമുക്ക് ഏതാണ്? ലെഫ്റ്റ് എൻഡിലാണ് അല്ലെ? അവിടെ നമുക്ക് x equal to 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C2 ന്റെ വാല്യൂ നമുക്ക് 0 കിട്ടും. ഓക്കെ, അറ്റ്
ലെഫ്റ്റ് എൻഡ് പോയിന്റ് എ എക്സ് ഈക്വൽ ടു 0, ഡിഫ്ലക്ഷൻ 0, വൈ ഈക്വൽ ടു 0. ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ കംപ്ലീറ്റ് 0 ആയി. C2 ന്റെ വാല്യൂ 0 എന്ന് കിട്ടി അല്ലേ. അപ്പൊ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ നമ്മൾ എഴുതുകയാണ് EIY equal to minus WL L square x square by 24 plus WL x cube by 12 minus WX raised to 4 by 24. Okay ആണോ? സോ മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെ ആയിരിക്കും? സ്വാഭാവികമായിട്ടും സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് മിഡ് സ്പാനിലായിരിക്കും x ഈക്വൽ ടു L/2. അപ്പോൾ അതിൽ x ഈക്വൽ ടു L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ നമുക്ക് കിട്ടും. EIY max ഈക്വൽ ടു WL സ്ക്വയർ, x ന് L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. x ന് L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x ന് L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ x ന് L/2 ഓക്കെ. ഇവിടെ L സ്ക്വയർ ബൈ 4 ഉണ്ടാവും. 24 into 4 താഴെ വരും. WL raised to 4 by 24 into 4 ഉണ്ടാവും താഴെ. ഇവിടെ L/2 ക്യൂബിനെ L/2 ക്യൂബ് പറയുമ്പോൾ L ക്യൂബ് ബൈ 8 അല്ലേ. അപ്പോൾ WL raised to 4 by 12 into 8 ഉണ്ടാവും. ഇവിടെ WL raised to 4 by 2 raised to 4 16, 24 into 16 ഉണ്ടാവും അല്ലേ. സോ മൈനസ് WL raised to 4 by 96, 24 into 4. WL raised to 4 by 96 എന്ന് പറയാൻ കാരണം 12 into 8 96. ഓക്കെ. Then minus WL raised to 4 by 384. ഇവിടെ മൈനസും പ്ലസും ഇത് ക്യാൻസൽ ആയി പോയി. സോ EIY max equal to WL raised to 4 by 384. That is Y max equal to minus WL raised to 4 by 384 EI minus WL raised to 4 by 384 EI. Okay. അപ്പോൾ ഫിക്സഡ് ബീം UDL ത്രൂ ഔട്ട് വരുമ്പോൾ സെൻട്രലിൽ ഉണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, സെൻട്രലിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് WL raised to 4 by 384 EI. ഓക്കെ. ഇതും പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലി സപ്പോർട്ടർ ബീമായിട്ട് റിലേറ്റ് ചെയ്യാം അല്ലെ. സിംപ്ലി സപ്പോർട്ടർ ബീം UDL ത്രൂ ഔട്ട് ആകുമ്പോൾ എത്രയായിരുന്നു വാല്യൂ? നിങ്ങൾക്കറിയാം 5 by 384 WL raised to 4 by EI ആയിരുന്നു അല്ലെ. 5 by 384 WL raised to 4 by EI അല്ലെ. അതിന്റെ എത്ര ടൈംസ് ആണ്? 1/5 ടൈംസ് അല്ലെ. ഈ 5 കട്ടായി പോയി. ഇൻറ്റു 1/5 ആണ് ഫിക്സഡ് ബീമിന്റെ കേസിൽ. അപ്പോ ഫിക്സഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റിലൂടെ ആകുമ്പോൾ അതിന്റെ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ബീം സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ അതിന്റെ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂന്റെ 1/4 ടൈംസ് ആണ്. ഓക്കെ. ഈ ഫിക്സഡ് ബീം വിത്ത് UDL ത്രൂ ഔട്ട് ആകുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ബീം സിംപ്ലി സപ്പോർട്ടർ ആകുമ്പോൾ ഉള്ള വാല്യൂന്റെ 1/5 ടൈംസ് ആണ്. അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നാവും. ഓക്കെ. പഠിക്കാൻ എളുപ്പമാണ്. കാരണം സിംപ്ലി സപ്പോർട്ടറിന്റെ കാൻഡിലിവർ നമ്മൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ സിംപ്ലി സപ്പോർട്ടറിന്റെ 1/4 1/5 ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും. ഓക്കെ. 5 WL raised to 4 by 384 ആയിരുന്നു സിംപ്ലി സപ്പോർട്ടർ ബീം വിത്ത് UDL. അത് ഫിക്സഡ് ബീം ആണ്. അപ്പോൾ അത് 5 ഒഴിവായി അല്ലെ. 1/5 മൾട്ടിപ്ലൈ. സോ WL raised to 4 by 384 EI. ഓക്കെ. ഇതാണ് നമുക്ക് രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഉള്ളത്. ഓൾമോസ്റ്റ് ഇതിൽ വരുന്ന ഈ ഒരു മൊഡ്യൂളുകളിൽ വരുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മൊഡ്യൂൾ അത്യാവശ്യം നമ്മൾ ക്ലാസ് ആയി നിന്നു അല്ലെ. നമുക്ക് ഇനിയുള്ളത് മൊമെന്റ് ഏരിയ മെത്തേഡ് ആണ്. അത് വേറൊരു മെത്തേഡാണ്. നമ്മൾ ഈ ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെ ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ. മെത്തേഡ് കുറച്ച് എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഏതൊക്കെയാണ്? WL3 by 192 EI യും WL raised to 4 by 384 EI. ഓക്കെ. സ്ലോപ്പിന് നമുക്ക് ഇവിടെ വാല്യൂസ് ഇല്ല. കാരണം രണ്ട് എൻഡിലും സ്ലോപ്പ് 0 ആണ്. ഡിഫ്ലക്ഷന്റെ വാല്യൂസ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. എ ബീം ഓഫ് ലെങ്ത് 6 meter is fixed at both ends and carries a central point load of 30 kN. ബീമാണ്, അതിന്റെ ഫിക്സഡ് ബീമാണ്, 6 meter സ്പാൻ ഉണ്ട്, സെൻട്രൽ പോയിന്റ് ലോഡ് 30 kN ഉണ്ട്. ഡിറ്റർമിൻ ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഓൺ ദ ബീം. ഫ്ലെക്സുറൽ റിജിഡിറ്റി ഓഫ് ദ മെമ്പർ ഈസ് 50 × 10⁹ kN/mm². ഓക്കെ. അപ്പോൾ ഒരു ഫിക്സഡ് ബീം ഉണ്ട്, അതിന്റെ സെന്ററിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് 30 kN, 6 meter ആണ് സ്പാൻ. ഡിഫ്ലക്ഷൻ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ ആണ് ചോദിച്ചത്. നമുക്കറിയാം WL3 by 192 EI ആണ് അതിന്റെ
സ്റ്റാൻഡേർഡ് റിസൾട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ഫ്ലെക്സുലർ റിജിഡിറ്റിയിലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫ്ലെക്സുലർ റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെയും ഐന്റെയും പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ഫ്ലെക്സുലർ റിജിഡിറ്റി. ഓക്കെ, അതായത് യങ്സ് മോഡുലസിന്റെയും മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയും പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ഫ്ലെക്സുലർ റിജിഡിറ്റി. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്താ വരിക? ഇന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ mm സ്ക്വയർ, ഐന്റെ യൂണിറ്റ് mm⁴ അല്ലേ. അപ്പൊ mm⁴ mm² കട്ട് ചെയ്യുമ്പോൾ mm² വരും അല്ലേ. സോ കിലോ ന്യൂട്ടൺ mm സ്ക്വയർ. ഓക്കെ ആണോ? കിലോ ന്യൂട്ടൺ mm സ്ക്വയർ 50 × 10⁹ കിലോ ന്യൂട്ടൺ mm². ഫ്ലെക്സുലർ റിജിഡിറ്റി എന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കണം, അത് EI പ്രൊഡക്റ്റ് ഓഫ് EIന്റെ വാല്യൂ ആണ്. ഓക്കെ, ഇ ആൻഡ് ഐന്റെ പ്രൊഡക്റ്റ് EI. ഓക്കെ, സോ നമുക്ക് ലെങ്ത് വന്നിട്ടുണ്ട് 6000, ലോഡ് 30 കിലോ ന്യൂട്ടൺ, 30 × 10⁻³ അല്ലെങ്കിൽ 30,000. ഓക്കെ, ഫ്ലെക്സുലർ റിജിഡിറ്റി EI = 50 × 10⁹ കിലോ ന്യൂട്ടൺ mm² ആണ്. നമുക്ക് ന്യൂട്ടൺ mm²ലാണ് വേണ്ടത്. സോ 10⁻12 ന്യൂട്ടൺ mm², അല്ലെങ്കിൽ രണ്ടും കിലോ ന്യൂട്ടണിലിട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. മുകളിലും താഴെയുള്ള കിലോ ന്യൂട്ടൺ കട്ടായി പോകും. നമ്മൾ നോർമലി ന്യൂട്ടണിലിട്ടാണ് ചെയ്യാറ്. ഓക്കെ, 50 × 10⁻9 × 10⁻³ അല്ലേ, 9 + 3 10⁻12. ഫോർ ഫിക്സഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് സെന്റർ ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാണ്? നമ്മൾ പറഞ്ഞു WL3/192 EA. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒന്നുമില്ല. Wക്ക് 30,000 കൊടുക്കുക, Lന് 6,000 കൊടുക്കുക, EIക്ക് 50 × 10⁻12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ ആണോ? 30 × 10⁻³ into 6,000³ divided by 192 into 50 × 10⁻12 that equal to -0.675 mm. -0.675 mm. ഓക്കെ, വാല്യൂ ഡയറക്റ്റ് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ട് പാർട്ട് ബിയിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയണം. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ യൂസിങ് മക്യൂലിസ് മെത്തേഡ് എന്നോ അല്ലെങ്കിൽ യൂസിങ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്നോ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ ചോദിക്കാറുണ്ട്. പാർട്ട് സിയിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പാർട്ട് ബിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ആ റിസൾട്ടുകൾ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി ഇതേപോലെ UDL മാത്രം വരുമ്പോഴുള്ള കേസിലുള്ള ഒരു ക്വസ്റ്റ്യനും അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടില്ല. സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഒരു ഫിക്സഡ് ബീമിൽ 2 പോയിന്റ് ലോഡ്സ് വരുമ്പോൾ ഉണ്ടാവണ എങ്ങനെ ചെയ്യാൻ നോക്കാം. സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ് മക്യൂലിസ് മെത്തേഡ് ഉപയോഗിച്ചാൽ ചെയ്യാം. ഓക്കെ, കാരണം സെവറൽ പോയിന്റ്സ് ലോഡ്സ് വരുമ്പോൾ നമ്മൾ മക്യൂലിസ് മെത്തേഡിലോട്ടാണ് ചെയ്യുക. അതിനൊന്നും സ്റ്റാൻഡേർഡ് റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജനറൽ ആയിട്ട് ഡിറൈവ് ചെയ്ത് പോരാണ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കാം. എ ഫിക്സഡ് ബീം AB ഓഫ് സ്പാൻ 3A. 3A ആണ് അതിന്റെ സ്പാൻ. ഓക്കെ, ഈസ് ലോഡഡ് വിത്ത് പോയിന്റ് ലോഡ് W. പോയിന്റ് ലോഡ് ഉണ്ട് W. ഈച്ച് അറ്റ് എ ഡിസ്റ്റൻസ്, അപ്പൊ കുറച്ച് ഉണ്ടല്ലേ, ഈച്ച് അറ്റ് എ ഡിസ്റ്റൻസ് A ഫ്രം ഈച്ച് എൻഡ്. ഓരോന്നും A ഫ്രം ഈച്ച് എൻഡ്. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് A ഡിസ്റ്റൻസിലും റൈറ്റ് എൻഡിൽ നിന്ന് A ഡിസ്റ്റൻസിലും 2 W ഉണ്ട് അല്ലേ. 2 എൻഡല്ലേ ഉള്ളൂ. ഓക്കെ, 2 എൻഡിൽ നിന്നും ഓരോ A ഡിസ്റ്റൻസിൽ W എന്ന് പറയുന്ന ലോഡ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ സ്പാൻ എത്രയാണ്? 3A ആണ് അല്ലേ. 3A ആകുമ്പോൾ 2A അപ്പുറം പോയി പിന്നെ സെൻട്രൽ A അല്ലേ. അപ്പൊ സിമെട്രിക്കൽ ആണ് ലോഡിങ്. പക്ഷെ എന്താണ്, ക്വാർട്ടർ സ്പാനിലല്ല 1/3 ഓരോ ലോഡും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡയഗ്രം എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ. ലെഫ്റ്റ് എൻഡിൽ നിന്ന് A ഡിസ്റ്റൻസിൽ W ആക്ട് ചെയ്യുന്നു, റൈറ്റ് എൻഡിൽ നിന്ന് A ഡിസ്റ്റൻസിൽ W ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ 3A ആണ്. അപ്പൊ ഈ ഗ്യാപ്പ് എത്രയായിരിക്കും? A തന്നെ ആയിരിക്കും അല്ലേ. സിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിയാക്ഷൻ പറയാം അല്ലെ. എങ്ങനെ പറയാം? ടോട്ടൽ ലോഡ് എത്ര? 2W അല്ലെ. അപ്പൊ ഓരോ സൈഡിലും W ഉണ്ടാവും. ഓക്കെ, റിയാക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ കേസിൽ പറയാം. അതല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു ലോഡ് ഇപ്പം കുറച്ച് ഇങ്ങോട്ടും മാറിയിട്ട് ഇപ്പൊ ഹാഫ് എയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ റിയാക്ഷൻ കണ്ടുപിടിക്കാം? സിഗ്മ Fx = 0, സിഗ്മ Φ = 0, സിഗ്മ M about any point = 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ കിട്ടും. ഓക്കെ, അങ്ങനത്തെ അൺസിമെട്രിക്കൽ കേസിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല, കാരണം അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് ആകുമ്പോൾ 2 എൻഡിലും ഫിക്സഡ് മൊമെന്റ്സും കൂടെ ഉള്ളതുകൊണ്ട് ചെയ്യാൻ ഇത്തിരി പാടും. ഓക്കെ, ഇവിടെ നമുക്ക് MAക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊന്നും അറിയില്ല. MAക്കും MBക്കും സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊന്നും അറിയില്ല. നമുക്ക് അത് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വേണം.
അപ്പോൾ റിയാക്ഷൻ എത്ര വരിക? ആർ ഈക്വൽ ടു ആർ ബി ഈക്വൽ ടു ഡബ്ല്യു അല്ലെ? 2W ആണ് ടോട്ടൽ ലോഡ്. സിമെട്രിക്കൽ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് കേട്ടോ. സിമെട്രിക്കൽ ആവാൻ പറയാൻ കാരണം എന്താ? ആകെ 3 പോർഷൻ ആക്കി സ്പാന് 3 പോർഷൻ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് പോർഷനിലും സെക്കൻഡ് പോർഷനിലും എന്താണ് ഈക്വൽ ലോഡ്. ഇവിടെ ഇപ്പോൾ ഒന്ന് 2W ആയാലും സിമെട്രിക്കൽ ആവില്ല, ഒന്ന് 2W ആയാലും സിമെട്രി നഷ്ടപ്പെടും. ഓക്കെ, പ്രത്യേകം അത് ശ്രദ്ധിക്കണം. സിമെട്രിക്കൽ കേസ് നിങ്ങൾക്ക് വരും. കൺസിഡർ സെക്ഷൻ അറ്റ് എക്സസ് ഡിസ്റ്റൻസ്. അപ്പൊ മക്യൂലിസ് മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സെക്ഷൻ എങ്ങനെ എടുക്കണം? ലെഫ്റ്റ് എൻഡ് എന്ന് എടുക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം നമ്പർ ഓഫ് ലോഡ്സ് അതിൽ ഉൾപ്പെടണം അല്ലേ? അപ്പൊ രണ്ട് ലോഡുകളാണുള്ളത്, ഡബ്ല്യു രണ്ടും അതിൽ ഉൾപ്പെടണം. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്ഷൻ എടുക്കുന്നത് ഇവിടെയാണ് അല്ലെ? അങ്ങനെ ആകുമ്പോൾ ലെഫ്റ്റ് എൻഡ് എന്ന് എടുത്തു, രണ്ട് ലോഡും അതിൽ ഉൾപ്പെട്ടു. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എയിം എന്താണ്? പെൻഡിങ് മൊമെന്റിന്റെ റിലേഷൻ എഴുതണം അല്ലെ? എങ്ങനെ എഴുതും? ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ ഏതൊക്കെ ലോഡുകൾ ഉണ്ട് നോക്കാം. ഇതാണ് എക്സ് ഡിസ്റ്റൻസ്. ഏതൊക്കെ ലോഡുകളുണ്ട്? ആദ്യം ഫിക്സഡ് എൻഡ് മൊമെന്റ് കാരണമുള്ള മൊമെന്റ് ഉണ്ടാവും, റിയാക്ഷൻ കാരണമുള്ള മൊമെന്റ് ഉണ്ടാവും, ഈ ലോഡ് കാരണമുള്ള ഉണ്ടാവും, ഈ ലോഡ് കാരണം ഉണ്ടാവും അല്ലെ? അപ്പോ ഫിക്സഡ് എൻഡ് മൊമെന്റ് കാരണമുള്ളത് ഏതാണ്? MA. അതിന്റെ ഡയറക്ഷൻ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് അല്ലെ? സോ മൈനസ് MA. റിയാക്ഷൻ കാരണമുള്ളത് ക്ലോക്ക് വൈസ് അല്ലെ? ക്ലോക്ക് വൈസ്. സോ RA ഇൻറ്റു എക്സ്. RA വാല്യൂ എത്ര? W. സോ W ഇൻറ്റു എക്സ് അല്ലെ? പിന്നെ ഈ W കാരണമുള്ളത്, ഫസ്റ്റ് ലോഡ് കാരണമുള്ളത്, സോ അത് കാരണമുള്ള എത്ര വരും? എങ്ങനെയാ ഡയറക്ഷൻ എങ്ങനെ വരിക? ഇങ്ങനെ അല്ലെ? അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ്. അപ്പോ ഡിസ്റ്റൻസ് എത്ര വരും? ഈ ലോഡിൽ നിന്ന് ഈ സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എത്ര വരും? ടോട്ടലി ഡിസ്റ്റൻസ് x ആണ്, അതിൽ നിന്ന് ഈ വാല്യൂ a ആണ്. സോ x മൈനസ് a. സോ മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് a. പിന്നെ ഏതുണ്ട്? ഈ ലോഡ് കാരണമുള്ളത് അല്ലെ? ആ ലോഡ് കാരണമുള്ളത് ഇത് എത്ര വരും? അതും ആന്റി ക്ലോക്ക് വൈസ് തന്നെയല്ലേ ഡയറക്ഷൻ. സോ W ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് x, ഇവിടെ നിന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എത്രയാണ്? 2a അല്ലെ? സോ x മൈനസ് 2a. ഓക്കെ, സോ മൈനസ് MA ഫിക്സഡ് എൻഡ് മൊമെന്റ്. W ഇൻറ്റു എക്സ് റിയാക്ഷൻ കാരണമുള്ളത് പോസിറ്റീവ് ആണ്, ക്ലോക്ക് വൈസ് ആണ്. മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് a ഫസ്റ്റ് ലോഡ് കാരണമുള്ള മൊമെന്റ്, മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് 2a രണ്ടാമത്തെ ലോഡ് കാരണമുള്ള മൊമെന്റ്. ഓക്കെ, ഇനി എന്താണ്? ഇനി എല്ലാം ആസ് യൂഷ്വൽ പ്രൊസീജിയർ തന്നെയാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് അൺനോൺസ് ഉണ്ടാവും. ഫസ്റ്റ് കേസിൽ രണ്ട് കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1ന്റെ വാല്യൂ MAന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. ദെൻ ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ കിട്ടും. അതിൽ x ഈക്വൽ ടു L/2 അല്ല, ഇവിടെ 3a/2 അല്ലെ? 3a/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, 3a ആണ് ടോട്ടൽ സ്പാൻ, അതിന്റെ പകുതി 3a/2. ഓക്കെ, നമുക്ക് നോക്കാം. EAD² y/dx² ഈക്വൽ ടു m. EAD² y/dx² ഈക്വൽ ടു മൈനസ് MA W ഇൻറ്റു എക്സ് മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് a മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് 2a. എമ്മിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ EAD² y/dx² ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് MA അല്ലെ? ആ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഒരു പ്ലസ് C1 ഉണ്ടാവും. മൈനസ് MA പ്ലസ് WX മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് a മൈനസ് W ഇൻറ്റു എക്സ് മൈനസ് 2a ഇൻറ്റു dx പ്ലസ് C1. ഓക്കെ, EAdy/dx ഈക്വൽ ടു മൈനസ് MAx പ്ലസ് WX²/2 minus W into x minus a the whole square by 2 minus W into x minus 2a the whole square by 2 plus C1. Okay ആണോ? ഇങ്ങനെ കിട്ടിയത് MAന്റെ MA ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ MA കോൺസ്റ്റന്റ് ആണ്, MA into x. X integrate ചെയ്യുമ്പോൾ WX²/2, WX minus a integrate ചെയ്യുമ്പോൾ x minus a the whole square by 2 അല്ലേ? മൈനസ് WX minus a the whole square by 2. x minus 2a integrate ചെയ്യുമ്പോൾ x minus 2a the whole square by 2 അല്ലേ? x ന്റെ പവർ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഒരേപോലെ വരും അല്ലേ? എന്ത് ചെയ്യണം? എയിം എന്താണ്? MA കണ്ടുപിടിക്കണം, C1 കണ്ടുപിടിക്കണം. അപ്പൊ സ്ലോപ്പ് 0 ആയ രണ്ട് പോയിന്റ്സ് നമുക്ക് അറിയണം. അത് ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും ആണ് അല്ലെ? ലെഫ്റ്റ് എൻഡിൽ x ഈക്വൽ ടു 0, റൈറ്റ് എൻഡിൽ x ഈക്വൽ ടു 3a. Okay, so at the left end x equal to 0, slope 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ടേമിലും x ഉള്ളതുകൊണ്ടും ഇവിടെ സ്ലോപ്പ് 0 ഉള്ളതുകൊണ്ടും എന്താണ്? C1 ന്റെ വാല്യൂ 0 ആയി അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മക്യൂലിസ് മെത്തേഡ് ആണ്.
നെഗറ്റീവ് ടേംസ് വരുന്ന ബ്രാക്കറ്റിനുള്ളിലുള്ളത് നെഗ്ലക്ട് ചെയ്യണം അല്ലെ. 0 മൈനസ് എ ആണ്, അതും നെഗ്ലക്ട് ചെയ്തു. 0 - 2a ആണ്, അതും നെഗ്ലക്ട് ചെയ്തു. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു പോർഷൻ ആണ് അല്ലെ, അപ്പൊ ഈ ലോഡുകളൊന്നും അതിൽ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അതിൽ വരില്ല, മിനിമം എടുക്കുമ്പോൾ അതിൽ വരും. C1 0 ആയി. ഇനി എന്താണ്, MAന്റെ വാല്യൂ കണ്ടുപിടിക്കണം. x ഈക്വൽ ടു 3a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയും എന്താണ്, സ്ലോപ്പ് 0 ആണ് അല്ലെ, റൈറ്റ് എൻഡ് പോയിന്റ് ബി. ഓക്കെ, 3a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -MA ഇൻറ്റു 3a w ഇൻറ്റു 3a ഹോൾ സ്ക്വയർ ബൈ 2 x സ്ക്വയർ ബൈ 2 അല്ലേ. സോ പിന്നെ x മൈനസ് a ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. സോ 3a മൈനസ് a ഹോൾ സ്ക്വയർ ബൈ 2. പിന്നെ മൈനസ് w ഇൻറ്റു x മൈനസ് 2a ഹോൾ സ്ക്വയർ ബൈ 2 ആണ്. സോ 3a മൈനസ് 2a ഹോൾ സ്ക്വയർ ബൈ 2. സോ MA ഇൻറ്റു 3a വരും. പിന്നെ ഇവിടെ w ഇൻറ്റു 9a സ്ക്വയർ ബൈ 2 വരും. ഇവിടെ 3a മൈനസ് a 2a അല്ലേ. സോ w ഇൻറ്റു 4a സ്ക്വയർ ബൈ 2 വരും. ഇവിടെ 3a മൈനസ് 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a, സോ w a സ്ക്വയർ ബൈ 2 വരും അല്ലേ. 3MA ഇൻറ്റു 3a നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി 9WA സ്ക്വയർ ബൈ 2 മൈനസ് 4WA സ്ക്വയർ ബൈ 2 മൈനസ് WA സ്ക്വയർ ബൈ 2 അല്ലേ. WA സ്ക്വയർ ബൈ 2 കോമൺ എടുക്കാം. സോ WA സ്ക്വയർ ബൈ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 9 മൈനസ് 4 മൈനസ് 1. സോ 9 മൈനസ് 5 ദാറ്റ് ഈസ് 4 അല്ലേ, 4 വരും. സോ MA ഇൻറ്റു 3a ഈക്വൽ ടു 4WA സ്ക്വയർ ബൈ 2. സോ MA ഈക്വൽ ടു എയും a സ്ക്വയറും കട്ടായി പോയി. 3 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 4 by 2 2 ആയി അല്ലേ. സോ 2WA by 3. MA equal to 2WA by 3. ഈ വാല്യൂ നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ സ്ലോപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. MAന്റെ വാല്യൂ 2WA by 3യും C1ന്റെ വാല്യൂ 0. ഓക്കെ, EA dy by dx equal to minus 2WA by 3 MAന്റെ വാല്യൂ. x ഇതൊക്കെ നേരത്തെ ടേമുകളാണ്. wx square by 2 minus wx minus a whole square by 2 minus wx minus 2a whole square by 2 plus C1 ഉണ്ടായിരുന്നു. C1 0. ഓക്കെ, സോ EA dy by dx equal to നമ്മൾ വീണ്ടും എടുത്ത് എഴുതിയെന്നുള്ളൂ. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ കിട്ടണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EI dy by dx equal to integral minus 2WA by 3x minus plus wx square by 2 minus w into x minus a whole square by 2 minus w into x minus 2a whole square by 2 dx plus C2. പുതിയ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ x ആണ്, x സ്ക്വയർ ബൈ 2 വരും. ബാക്കി കോൺസ്റ്റന്റും ഇവിടെ x ക്യൂബ് ബൈ 3 വരും. w by 2 into x ക്യൂബ് by 3. ഇവിടെ w by 2 into x minus a the whole square by a ക്യൂബ് x minus a the whole cube by 3. ഇവിടെ w by 2 into x minus 2a the whole cube by 3 വരും. സോ 2WA x square by 6 plus wx cube by 6 minus w into x minus a the whole cube by 6 minus w into x minus 2a the whole cube by 6 plus C2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, C2 കണ്ടുപിടിക്കണം. ഡിഫ്ലക്ഷൻ 0 ആവുന്ന ഒരു പോയിന്റ് നോക്കാം. ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലും ഡിഫ്ലക്ഷൻ 0 ആണ്, കാരണം അത് സപ്പോർട്ട്സ് ആണ്. ഓക്കെ, സോ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഡിഫ്ലക്ഷന്റെ വാല്യൂ 0 എന്ന് കിട്ടണം അല്ലെ. ഡിഫ്ലക്ഷന്റെ വാല്യൂ 0, വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക. x 0 ഇവിടെ 0 ആവും, ഈ ടേം 0 ആവും, കാരണം ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് വരും, ഇവിടെയും ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് വരും, അതും 0 ആവും. സോ C2 ഈസ് ഓട്ടോമാറ്റിക്കലി 0 ആവും അല്ലെ. അപ്പൊ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ത് വരും, C2 ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബാക്കി എല്ലാ ടേമുകളും വരും. EIY ഈക്വൽ ടു minus 2WA x square by 6 plus WX cube by 6 minus W into x minus a the whole cube by 6 minus W into x minus 2a the whole cube by 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ചോദ്യം എന്താണ്, സെൻട്രലിലുള്ള അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷനും സെൻട്രൽ തന്നെ വരിക, സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് സെൻട്രലിലുള്ള ഡിഫ്ലക്ഷന്റെ വാല്യൂ എത്രയാണ് നാം ചോദിച്ചത്. നമുക്ക് എന്ത് ചെയ്യണം, എക്സിന് 3a by 2 കൊടുക്കണം. 3 by 2a 1.5a കൊടുക്കണം അല്ലെ. അപ്പൊ എക്സിന് 3 by 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 by 2a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഓക്കെ, ഇവിടെ 3 by 2a ഓക്കെ, ഇവിടെ 3 by 2 അതായത് 1.5 മൈനസ് a 1 അല്ലേ. അപ്പൊ അവിടെയും 0.5 അത് പ്ലസ് ആ വരിക. പക്ഷെ ഇവിടെ 1.5 മൈനസ് 2a വരിക അല്ലെ. 3 by 2 മൈനസ് 2a വരിക, അത് നെഗറ്റീവ് ആവും. അപ്പൊ ഈ ടേം നെഗ്ലക്ട് ചെയ്യണം അല്ലെ, കാരണം നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന സെൻട്രലാണ്. അപ്പൊ ഈ ലോഡ് എന്ത് ചെയ്യില്ല, എഫക്റ്റിൽ വരില്ല. ലെഫ്റ്റിന്റെ ബെൻഡിങ് മൊമെന്റ് എടുക്കുമ്പോൾ ഇത് വരില്ലല്ലോ, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് ഏറ്റവും എളുപ്പം നോക്കാൻ ബ്രാക്കറ്റിനകത്ത് നെഗറ്റീവ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ടേം കംപ്ലീറ്റ് നെഗ്ലക്ട് ആയി പോകും. സോ ബാക്കിയുള്ളത് വരും. സോ 2WA into
3a/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9a² 4 അല്ലേ, 6 × 4 താഴെ വന്നു. ഇനി ഇതിന്റെ ക്യൂബ് 3 ക്യൂബ് 27, a ക്യൂബ് 2 ക്യൂബ് 8 അല്ലേ. പിന്നെ 3a/2 മൈനസ് എ എന്ന് പറഞ്ഞാൽ 1.5 മൈനസ് 1 അല്ലേ, അത് അര, അതായത് 1/2a വരും, അതായത് a³/8 വരും. സോ a³/8. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. a³/8 പുറത്തെടുത്ത് എല്ലായിടത്തും 8 ഉണ്ട്. 8 ആണ് കിട്ടിയത്. ഇവിടെ 2 × 9 18 ആണ്. ഇവിടെ 6 ഞാൻ 3 × 2 ആക്കി കഴിഞ്ഞാൽ ഈ 3 × 2 × 4 അല്ലേ, അപ്പൊ 3 × 8 വരും അല്ലേ, 3 × 8. അപ്പോൾ 8 എല്ലാത്തിനും കോമൺ ആയിട്ട് എടുത്തു. മുകളിൽ 18/3 മൈനസ് 18/3, ഇവിടെ 27/6 മൈനസ് 1/6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് wa³ 8 × മൈനസ് 5/3 ആണ്. സോ 5wa³ 24 EI ആണ് ഇതിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് ഫിക്സഡ് ബീമിൽ നമുക്ക് എത്രയാണ് പഠിക്കാനുള്ളത്. ഫിക്സഡ് ബീമിലെല്ലാം ആയി. നമ്മളൊരു മക്യൂലിസ് മെത്തേഡ് വെച്ചുള്ള പ്രോബ്ലം ചെയ്യും. ഓക്കെ, ഇത്രയാണ്. ഇതിലിപ്പോ നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് പോർഷൻ ഈ മൊഡ്യൂളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡും മക്യൂലിസ് മെത്തേഡും. നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, മൊമെന്റ് ഏരിയ മെത്തേഡിലോട്ടാണ് ഇനി പോകാനുള്ളത്. ഈ സെയിം സംഭവങ്ങൾ തന്നെ, ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമും ഈ കാന്റിലിവർ ബീമും ഒക്കെ തന്നെയാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, മൊമെന്റ് ഏരിയ മെത്തേഡ്. അപ്പോൾ മൊമെന്റ് ഏരിയ മെത്തേഡ് ചെയ്യുന്നത് ഡയഗ്രാം ഉപയോഗിച്ചാണ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നന്നായിട്ട് അറിഞ്ഞിരിക്കുക, അതൊന്ന് നോക്കിയിട്ട് വരും. ഓക്കെ, അടുത്ത ക്ലാസ്സിന് മുന്നേ അതൊന്ന് നോക്കി അറിയാത്തവരുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, അതായത് സിമ്പിൾ ആയിട്ട് വരുന്ന യുഡിയിൽ, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ബീം പോയിന്റിലോട് സെന്ററിൽ വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താണ്, യുഡിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പ് എന്താണ്, കാന്റിലിവറിൽ പോയിന്റിലോട് ഫ്രീ ഹാൻഡിൽ വരുമ്പോൾ കാന്റിലിവറിൽ യുഡിയിൽ ത്രൂ ഔട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഷേപ്പ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരും. ഓക്കെ, നമുക്കൊന്നുകൂടി ഈസി ആവും. മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതിൽ തന്നെ 2 തിയറംസ് ഒക്കെ വരുന്നുണ്ട്. മോർസ് തിയറം വരുന്നുണ്ട്. ആ തിയറത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ സോൾവ് ചെയ്യുന്നത്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം പോയിന്റ് ലോഡ് വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് ആണ് മാക്സിമം റിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ കൺവീനിയന്റ് അത് മെത്തേഡ് ചൂസ് ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും മെത്തേഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മെത്തേഡിൽ മാത്രമേ ചെയ്യാം. ഓക്കെ, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെയാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിക്സഡ് ബീമിന്റെ 2 പ്രോബ്ലംസ് ഞാൻ അസൈൻമെന്റ് ടെസ്റ്റ് ആയിട്ട് തരുന്നുണ്ട്, നോട്ടിൽ എഴുതുക. അത് ഇന്ന് തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അത് ആ ഒരു സെക്ഷൻ നമുക്ക് ക്ലിയർ ആവും. പിന്നീട് നമ്മൾ എക്സാമിന്റെ സമയത്ത് നമ്മളൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിൽ പെട്ടെന്ന് അത് ഓർമ്മ വരും. അതല്ല ഇതൊന്നും ഇപ്പൊ നോക്കാതെ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ. കാരണം ഇത് അങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റുകളാണ്, എപ്പോഴും വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളല്ല. ഓക്കെ, പക്ഷെ ഇത് ആ ഒരു ഐഡിയ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. തിയറി പോർഷൻസ് പഠിക്കുന്നതിനേക്കാൾ ഈസിയാണ്. ഓക്കെ, കുറെ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനൊന്നുമില്ല. A beam of 6 meter span has its ends built in and carries a uniformly distributed load of 3 kilonewton per meter ആണ്, kilonewton meter അല്ല, sorry, kilonewton per meter. Okay. Find the maximum deflection in the beam using Macauley's method. Macauley's method യൂസ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് ബീമാണ്? A beam of 6 meter span has ends built in. ബിൽറ്റ് ഇൻ ബീംസ് അല്ലേ, ബിൽറ്റ് ഇൻ ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ബീമാണ്. നമ്മൾ ആ ഫിക്സഡ് ബീമിന്റെ കേസ് പറഞ്ഞിരുന്നു. എൻസ് ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ബീമാണ്. എൻകാസ്റ്റർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ബീമാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിഫറെന്റ് നെയിംസുകളൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ആ ഒരു വേർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റിന് ആൻസർ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ന്റെ വാല്യൂ, ഫ്ലക്സൽ റിജിഡിറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, മക്യൂലിസ് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ മക്യൂലിസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ UDL ആണ്. UDL സ്പെസിഫിക് ആയിട്ട് മക്യൂലിസ് മെത്തേഡ് ഇല്ല. ഇപ്പൊ ക്വസ്റ്റ്യനിൽ വരുന്ന ചില മിസ്റ്റേക്കുകളായിരിക്കും. ക്വസ്റ്റ്യനിൽ ഞാനൊരു ബുക്കിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാരണം UDL ത്രൂ ഔട്ട് വരുമ്പോൾ മക്യൂലിസ് മെത്തേഡും എന്ന് പറയുന്നത് അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. ആ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ്. കാരണം ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെയാണ് ചെയ്യാൻ പറ്റൂ. UDL ത്രൂ ഔട്ട് അല്ലേ, കാരണം അതിൽ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്നുള്ള നിങ്ങൾ തിരുത്തിയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണം. Then a fixed beam of 9 meter span carries 2 point loads of 10 kilonewton each at a distance of 3 meter from each end.
9 മീറ്റർ സ്പാനുള്ള ഒരു ബീം, അതിന്റെ രണ്ട് എൻഡിൽ നിന്നും, രണ്ട് ലെഫ്റ്റ് എൻഡിൽ നിന്നും റൈറ്റ് എൻഡിൽ നിന്നും 3 മീറ്റർ ഡിസ്റ്റൻസിൽ രണ്ട് ലോഡുകളുണ്ട് അല്ലെ. 9 മീറ്റർ സ്പാൻ ആണ്, 3 മീറ്റർ ഇവിടെ, 3 മീറ്റർ ഇവിടെ അല്ലെ. അപ്പോൾ ടോട്ടൽ 9 മീറ്റർ അല്ലേ, അപ്പൊ സെൻട്രലും 3 മീറ്റർ ആണ് അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതിൽ എ ആണ് എടുത്തിരുന്നത്, ഇവിടെ 3 മീറ്റർ എടുത്തു. ഡിറ്റർമിൻ ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഇൻ ദ ബീം യൂസിങ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചു വേണം നമ്മൾ, അതായത് മക്യൂലീസ് മെത്തേഡ് തന്നെയാണ്. ചില ക്വസ്റ്റ്യനിൽ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും മെത്തേഡ് ആക്ച്വലി ഒന്ന് തന്നെയാണ്. നമ്മളത് ചില സ്പെഷ്യൽ കേസിൽ മക്യൂലീസ് മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എടുത്ത് പറഞ്ഞാലും അത് മക്യൂലീസ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തെറ്റാണ്, ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല. കാരണം യു ഡി എല്ലിൽ എന്തില്ല, മക്യൂലീസ് മെത്തേഡിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം അവിടെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നില്ല. മക്യൂലീസ് മെത്തേഡ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് അവിടെ ഇല്ല. പക്ഷെ നമുക്ക് സെവറൽ പോയിന്റ് ലോഡ്സ് തന്നു കഴിഞ്ഞു, ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്യൂലീസ് മെത്തേഡ് തന്നെയാണ് നമുക്ക് അവിടെ കൺവീനിയന്റ്. ഓക്കെ, ഐന്റെ വാല്യൂ ഇന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തില്ലേ, അതിൽ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ ലാസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് കിട്ടിയില്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് വെറുതെ ചെക്ക് ചെയ്യാം. അത് ബൈ ഹാർട്ട് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ഇവിടെ ഇപ്പോ നമുക്ക് അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്യുക. ഇപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടുമല്ലോ, ആ വാല്യൂ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ എ എന്ന് പറയുന്ന വാല്യൂ 3 മീറ്റർ കൊടുത്തിട്ട് ഡബ്ല്യുവിന്റെ വാല്യൂ 10 കിലോമീറ്ററും കൊടുത്ത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ഉള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചിട്ടും റിഫ്ലക്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. രണ്ടും സെയിം അല്ല എന്നുള്ളത് കമ്പയർ ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് മൊമെന്റ് ഏരിയ മെത്തേഡിലോട്ട് കടക്കാം. പിന്നെ ഇതിപ്പോ തേർഡ് മൊഡ്യൂൾ ആണ്, ഫോർത്ത് മൊഡ്യൂളും കൂടെ അടുത്ത് വേറെ, അത് കണ്ടിന്യൂസ് ബീമിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, ഇതുമായിട്ട് ബീംസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, എക്സാമുകളൊക്കെ ഉണ്ട്. എക്സാം ഇല്ലാന്ന് വിചാരിക്കരുത് ആരും, പഠിച്ചു തുടങ്ങുക. പ്രത്യേകിച്ച് ടോസ് 2 നിങ്ങൾക്ക് ക്രെഡിറ്റ് കൂടുതലുള്ള സബ്ജക്റ്റ് ആണ്. ഓരോ വീക്കിലും നിങ്ങൾക്ക് ഹവറും കൂടുതലുള്ള സബ്ജക്റ്റ് ടോസ് 2 തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് കുറച്ച് ഫോഴ്സ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, കാരണം നിങ്ങളുടെ സിലബസ് അത്യാവശ്യം ഉണ്ട് എന്ന് തന്നെ പറയാം. കാര്യങ്ങളൊക്കെ സിമ്പിൾ കാര്യങ്ങളാണെങ്കിൽ കൂടി നമുക്ക് ക്വാണ്ടിറ്റി അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. സെക്കൻഡ് മൊഡ്യൂളും അത്യാവശ്യം ഉണ്ട്, തേർഡ് മൊഡ്യൂളും അത്യാവശ്യം ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കമ്മിയുണ്ട്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ കാരണം 3 ഡിഫറെന്റ് ടോപ്പിക്കുകൾ ഉള്ളതുകൊണ്ട്, ഡാം, റീറ്റെയിൻ വാൾ അല്ലെങ്കിൽ ഫിക്സഡ് ബീം. ഡാം റീറ്റെയിൻ വാൾ പിന്നെ റിലേറ്റ് ചെയ്യാം, ഫിക്സഡ് ബീം എന്തായാലും ഡിഫറെന്റ് ടോപ്പിക്. അപ്പൊ ഏത് ഭാഗം വരും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് മൊഡ്യൂളിലാണെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം. എനിവേ, പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു.